അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയുടെ ഏതോ കുഗ്രാമത്തിൽ സഹായിക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വൃദ്ധയെക്കുറിച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അങ്ങനെ പ്രഭാതത്തിനു മുമ്പ് അദ്ദേഹം ആ വൃദ്ധയെ സഹായിക്കാനെത്തി. പക്ഷേ അതിനു മുമ്പേ മറ്റാരോ വന്ന് അവിടെ വേണ്ടതെല്ലാം ചെയ്തു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം അതിലേറെ നേരത്തെത്തി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോഴും തലേ ദിവസത്തെ കാഴ്ച തന്നെയായിരുന്നു അവിടെ. മൂന്നാമത്തെ ദിവസം ആ നേരത്തെ വരുന്ന ആൾ ആരാണെന്നറിയാൻ വേണ്ടി, അവരെ കണ്ടെത്തുവാൻ വേണ്ടി ഏറെ നേരത്തെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലെത്തി. ഇരുട്ട് മായുന്നതിനും വളരെ മുമ്പ് ഒരാൾ നടന്നു വരുന്നു. ആളെ വ്യക്തമാകുന്നില്ല. തൊട്ടടുത്തെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളെ കടന്നു പിടിച്ചു. അപ്പോഴാണ് ആളെ തിരിച്ചറിയുന്നത്. പ്രിയങ്കരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആളെ വ്യക്തമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിങ്ങനെ: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എനിക്കറിയാമായിരുന്നു താങ്കൾക്കല്ലാതെ മറ്റാർക്കും എന്നെ ഈ വിഷയത്തിൽ തോൽപ്പിക്കാനാവില്ലെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ആദർശവും വിശ്വാസവും സ്വകാര്യ ജീവിതത്തിന്റെ സന്തോഷം മാത്രമല്ല, സാമൂഹിക ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് കൂടി നമ്മെ എത്തിക്കുന്നതാകണം അത്. നമ്മളൊന്ന് ചെന്നെങ്കിലെന്ന് കൊതിച്ചിരിക്കുന്ന അനേകം മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. രോഗികളാണ് ഏറെയും. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർ, വാർദ്ധക്യം കൊണ്ട് ഒറ്റപ്പെടുന്നവർ, അങ്ങനെ എത്രയോ പേർ. നമ്മൾ വല്ലതും നൽകണമെന്നല്ല അവരുടെ ആഗ്രഹം. ഒന്ന് ചെന്ന് കണ്ടാൽ മതി. നമ്മുടെ സാന്നിധ്യം തന്നെ അവർക്ക് വേദനകൾക്കൊരു മരുന്നായിത്തീരും. ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ കൊച്ചു കൊച്ചു വെളിച്ചങ്ങൾ, പ്രകാശങ്ങൾ പരത്തുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവരാണ് നമ്മൾ. കൊതിച്ച പലതും കൈവരാതെ പോയല്ലോ, ആശിച്ച പലതും കൈവിട്ടു പോയല്ലോ എന്ന് വിലാപിക്കുന്നവർ. ഇതാ ഇവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ. അപ്പോഴറിയാം നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും നഷ്ടങ്ങളായിരുന്നില്ല എന്ന്. ഈ ജീവിതം അത്ര വലിയ പ്രതിഭാസമൊന്നുമല്ല. ഒരു ചെറിയ ശ്വാസവേള മാത്രം മതി. ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലെ എണ്ണിയെടുക്കാവുന്ന ഏതാനും ശ്വാസങ്ങൾ. അതിനിടയ്ക്ക് കുറച്ച് സന്തോഷങ്ങൾ, കുറെ ദുഃഖങ്ങൾ, നേട്ടങ്ങൾ, നഷ്ടങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ അനുഭവിച്ച് തീരുമ്പോഴേക്ക് ജീവിതവും തീരുന്നു. ബാല്യ കൗമാര യൗവന സുഖങ്ങൾക്കൊടുവിൽ വാർദ്ധക്യവും രോഗവും കൈക്കുമ്പിളിൽ നിന്ന് അറിയാതെ തുള്ളിപ്പോകുന്ന മഴവെള്ളം പോലെയാണ് ജീവിതം. സുഖങ്ങളെക്കാൾ സങ്കടങ്ങളാണ് ജീവിതത്തിന്റെ സത്യം. സന്തോഷങ്ങൾ വല്ലപ്പോഴും ഒന്ന് എത്തി നോക്കുമെന്ന് മാത്രം. ഓർമ്മയിലെങ്കിലും ദുഃഖം എന്നും കൂടെ തന്നെ ഉണ്ടാകും. നമ്മുടെ ദുഃഖത്തെക്കാൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളാവട്ടെ നമ്മെ കരയിപ്പിക്കുന്നത്. നോക്കൂ, പ്രതിഫല ലോകത്ത് നമ്മുടെ ദുഃഖങ്ങളുടെ പേരിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടില്ല. എന്നാൽ ചുറ്റുമുള്ളവരുടെ ദുഃഖത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആൻ താക്കീത് തരുന്നുണ്ട്. സിറിയയിലെ പ്രമുഖ പണ്ഡിതനും പരിഷ്കർത്താവുമായിരുന്ന ഡോക്ടർ മുസ്തഫ സിബായി പറയുന്നു: നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജയിൽ സന്ദർശിക്കുക. അള്ളാഹു തങ്ങൾക്കേകിയ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യമറിയാം. ആയുസ്സിലൊരിക്കൽ കോടതിയിൽ ചെല്ലുക. അള്ളാഹു നൽകിയ നീതിയുടെ വിലയറിയാം. മാസത്തിലൊരിക്കൽ ഒരു ആശുപത്രി സന്ദർശിക്കുക. അള്ളാഹു അരുളിയ ആരോഗ്യത്തിന്റെ അനുഗ്രഹമറിയാം. ആഴ്ചയിലൊരിക്കൽ പൂന്തോപ്പിൽ പോവുക. അള്ളാഹു താങ്കൾക്കൊരുക്കിയ പ്രകൃതി ഭംഗി കാണാം. ദിവസത്തിൽ ഒരു വട്ടം ലൈബ്രറിയിൽ പോവുക. അള്ളാഹു നൽകിയ ചിന്താശക്തി അറിയാം. ഓരോ നിമിഷവും ആ അള്ളാഹുവോട് ബന്ധപ്പെടുക. അവൻ താങ്കൾക്ക് നൽകിയ ജീവിതാനുഗ്രഹങ്ങൾ ബോധ്യമാകും. സങ്കടപ്പെടുന്നവരെ കാണാനിറങ്ങുമ്പോൾ നമുക്ക് അള്ളാഹുവെ പറ്റിയുള്ള ബോധ്യം വർദ്ധിക്കുന്നു. അവനേകിയ അനുഗ്രഹങ്ങൾ വലുതായി കാണാൻ കഴിയുന്നു. ലഭ്യമായ ജീവിത സുഖങ്ങൾ തന്നെ മികച്ചതാണെന്ന് ബോധ്യമാകുന്നു. പരാതിയും പരിഭവവുമില്ലാത്ത ജീവിതം കൈവരുന്നു. വേദന കൊണ്ട് പുളയുന്നവരുടെ മുറിവിൽ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം നൽകുമ്പോൾ അവർ അനുഭവിക്കുന്ന മനസ്സുഖത്തേക്കാൾ
ആത്മീയ സുഖം അനുഭവിക്കാൻ നമുക്ക് കഴിയും.